ജൂൺ 8-ന് രാത്രി 8 മണിക്ക് രാജ്യത്തിന്റെ 18ാം ലോക്സഭയുടെ ഭരണാധികാരിയായി മോദി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. മോദിയെ സംബന്ധിച്ചിടത്തോളം 8 എന്ന സംഖ്യ അത്ര നിസ്സാരക്കാരനല്ല. മോദിയുടെ എല്ലാ പ്രവർത്തികളിലുമുണ്ട് 8ന്റെ ഒരു സാന്നിധ്യം. രാജ്യത്തിന് 8ന്റെ പണി കൊടുത്തുകൊണ്ട് നവംബർ 8-ന് രാത്രി 8 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ 1ാം ഭരണകാലത്ത് നോട്ട് നിരോധനം നടത്തിയത്. 3ാം മോദി സർക്കാർ ജൂൺ 8-ന് രാത്രി 8 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന വിവരം പുറത്തു വന്നതോടെയാണ് മോദിയുടെ 8ന്റെ കളികൾ ചർച്ചയാകുന്നത്. 8 എന്നത് മോദിക്ക് കേവലം ഒരു സംഖ്യ മാത്രമല്ല എന്നാണ് ന്യൂമറോളജിസ്റ്റുകൾ പറയുന്നത്. ഗ്രഹനില അനുസരിച്ച് ശനിയെ പ്രതിനിധീകരിക്കുന്ന സംഖ്യയാണ് 8. അതിനെ നീതിയുടെ സംഖ്യയായും കണക്കാക്കുന്നു. വേദശാസ്ത്ര പ്രകാരം 8 രാജയോഗത്തിന്റെയും സംഖ്യ കൂടിയാണ്. ശനിദശയിലുള്ളവർക്ക് വിജയം വൈകിയേ ഉണ്ടാകൂ എന്നാണ് പറയുക. പക്ഷേ ഈ വിജയം അതിമഹത്തരമായിരിക്കും. അവരുടെ എല്ലാ ശത്രുക്കളും നിഷ്പ്രഭരാകും എന്നാണ് ന്യൂമറോളജിസ്റ്റ് രാഹുൽ സിംഗ് പറയുന്നത്. നോട്ട് നിരോധനം മാത്രമല്ല, ഡിജിറ്റൽ ഇന്ത്യ ലോഞ്ച് നടന്ന തീയതി 2015 സെപ്റ്റംബർ 26. ഇതിലെ സംഖ്യകൾ കൂട്ടിയാൽ ലഭിക്കുന്ന ഒറ്റ സംഖ്യയും 8 തന്നെ. മോദിയുടെ ജന്മദിനം സെപ്റ്റംബർ 17 ഇവിടെയും 1ഉം 7ഉം കൂട്ടിയാൽ അവിടെയുമുണ്ട് 8ന്റെ സാന്നിധ്യം. ചുരുക്കി പറഞ്ഞാൽ 8ന്റെ സ്വാധീന ശക്തി നന്നായി അറിയുന്ന മോദി കൃത്യമായി കണക്ക് കൂട്ടിയാണ് ജൂൺ 8-ന് രാത്രി 8 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ലോക്സഭയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെയുമുണ്ട് 8. കൂടാതെ 2024 കൂട്ടിയാലും കിട്ടുന്നതും 8 തന്നെ. മൊത്തത്തിൽ 8 എന്ന സംഖ്യ ഭാഗ്യമായി കൊണ്ടു നടക്കുന്ന മോദി രാജ്യത്തെ ജനങ്ങൾക്ക് ഇതുവരെ തന്നതും ഇനി തരാൻ പോകുന്നതും 8ന്റെ പണി തന്നെയും.